പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഗ്രേസ് ഫാമിലിയുടെ ഈ പ്രഭാത വോയിസ് ഓഫ് ഗ്ലോറി എന്ന ദൈവവചന ചിന്തകളിലേക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് സഹായിച്ചതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായെന്ന് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഈ ശുശ്രൂഷകളെ ഞങ്ങൾക്ക് പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻ്റ് ആകുന്ന വിധത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുള്ള നന്ദി അറിയിക്കുന്നു. സ്ഥിരം ആളുകൾ ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആദ്യത്തെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ഇപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വോയിസ് ഓഫ് ഗ്ലോറിയുടെ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത്. സ്ഥിരം കയറുന്നവർ, നിങ്ങളുടെ ആ ലിസ്റ്റ്, കയറുന്നവരുടെ ലിസ്റ്റ് സഹിതമാണ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാം. ഇത് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുന്നവർ, ഈ കമൻ്റായിട്ട് പ്രാർത്ഥന വിഷയം എഴുതുന്നവർ, യൂട്യൂബിൽ എഴുതുന്നവർ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ എഴുതുന്നവർ, ഞങ്ങളത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളത് ഒരു കമൻ്റായി അവിടെ കിടക്കുക മാത്രമല്ല, ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെയും കൊണ്ട് ഒരു പ്രാർത്ഥന വിഷയം എഴുതിപ്പിച്ചിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നോക്കാതെ പോകുന്നതല്ല. അത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമാണിതിന് സാക്ഷി. ഓക്കെ, അടുത്ത ഇന്നത്തെ ദൈവവചന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ, നമ്മുടെ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പല അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ചിന്താശേഷി, സ്വാതന്ത്ര്യം ഒക്കെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് നമ്മുടെ ചിന്ത, ഇമാജിനേഷൻ, ദൈവം നമുക്ക് തന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, മനുഷ്യന് തന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് നമ്മളുടെ ഇമാജിനേഷൻ്റെ ഏരിയ, ഭാവനയുടെ ലോകം. നിങ്ങൾ എന്ത് കേട്ടു, എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കും, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇമാജിനേഷൻ, ഭാവനയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഭാവനയുടെ സ്ഥലത്തൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ പിശാച് പ്രവർത്തിക്കുന്നതും ഇമാജിനേഷൻ്റെ ഏരിയയിലാണ്. ദൈവത്തിന് പ്രവർത്തിക്കാനും അങ്ങനത്തെ ഇമാജിനേഷൻ വേണം. പിശാചിന് പ്രവർത്തിക്കാൻ പാപത്തിലേക്ക് ഒരുത്തനെ വീഴ്ത്തുവാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഭാവനയുടെ ലോകത്ത്, ഇമാജിനേഷൻ്റെ ലോകത്ത് ഒരാളെ കടത്തിവിട്ടാൽ മാത്രമേ ഒരാളെ പാപമെന്ന റിസൾട്ടിൽ കൊണ്ടെത്തിക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ചിന്തയിൽ ആരംഭിച്ച് അതിൻ്റെ ഫ്രൂട്ടായ പാപമെന്ന റിസൾട്ടിലെത്തിച്ചാൽ മാത്രമേ പൈശാചിക പ്രോഗ്രാം സക്സസ് ആകത്തുള്ളൂ. എന്നിട്ട് എനിക്കങ്ങനെ ഇമാജിനേഷൻ, ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാവർക്കും ഭാവനകളുള്ളവരാണ്. അതിനകത്ത് ദൈവത്തിന് നിങ്ങൾ ആ ദൈവിക കാര്യത്തിന് ഭാവനകളെ കൊടുത്താൽ, ഇമാജിനേഷനെ കൊടുത്താൽ, അത് ദൈവത്തിന് ഉപയോഗിക്കാൻ, അതിന് പവറുള്ളതാണ്, ശക്തിയുള്ളതാണ്. നിങ്ങൾ ബൈബിളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ 2 കൊരിന്ത്യർ ലേഖനം 10:5 പറയുന്നത്, സങ്കല്പങ്ങളും വിചാരങ്ങളും ഇതിനെ പിടിച്ചടക്കണം. പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി, ദൈവിക അറിവിന് വിരോധമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളെയും, എല്ലാ അറിവിനെയും, ഇമാജിനേഷനെയും പിടിച്ചടക്കണം. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൻ്റെ ബേസിൽ പിടിച്ചടക്കണം. എന്ന് വെച്ചാൽ പിശാച് പ്രവർത്തിക്കുന്നത് നിൻ്റെ ചിന്തയുടെയും വിചാരത്തിൻ്റെയും ഏറിയാണ്. അല്ലാതെ പിശാചെന്ന് പറയുമ്പോൾ, നമ്മളിവിടെ പറയുമ്പോൾ പിശാച് നേരിട്ട് വരിക വളരെ കുറവാണ്, അല്ലെങ്കിൽ അതില്ല എന്ന് തന്നെ പറയാം. പൈശാചിക ലോകം ആക്ടിവേറ്റ് ആകുന്നത്
കൂടുതലും ഭാവനയുടെയും ചിന്തയുടെയൊക്കെ ലോകത്താണ്. അവിടാണ് അവന് എൻട്രൻസ് വേണ്ടിയത്, അവിടാണ് അവൻ വാതിൽ തുറന്നിട്ടേക്കുന്നത്. ആ വാതിൽ വഴി ആണ് മനുഷ്യനെ തെറ്റായ ലോകത്തേക്ക് ഉപയോഗിക്കുന്നത്. അന്നേരം ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചിലരുടെ ചിന്തകളെ, തെറ്റായ ചിന്തകളെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കിയിട്ട് കർത്താവിൻ്റെ നല്ല ചിന്തകളാൽ നിങ്ങളുടെ തോട്ടിനെ, ആ മൈൻഡിനെ കർത്താവ് സെറ്റ് ചെയ്യും. ഇമാജിനേഷൻ ചെയ്യാൻ ദൈവം പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അബ്രഹാമിന് തലമുറകളില്ലാതെ വർഷങ്ങളിരുന്നു. ഒരു ദിവസം ദൈവം വന്ന് അബ്രഹാമിനോട് പറയുവാണ്, അബ്രഹാമിനെ വീടിന് പുറത്തു കൊണ്ടുവന്നിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, നിനക്കത് എണ്ണാമെങ്കിൽ എണ്ണുക, അതുപോലെ നിനക്ക് തലമുറ തരും. എന്ന് വെച്ചാൽ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ കുഞ്ഞുങ്ങൾ പോലെ, തൻ്റെ കുഞ്ഞുങ്ങൾ പോലെ കൗണ്ട് ചെയ്യണം. കണ്ടോണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട് കൗണ്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അബ്രഹാമിനെ അതുവരെയുള്ള എല്ലാ സാഹചര്യങ്ങളുടെ നെഗറ്റീവ് പിക്ചറുകളും ഇമാജിനേഷനുകളും മായ്ച്ചു കളഞ്ഞിട്ട് ദൈവം പ്രതീക്ഷയുടെയും പുതിയ നിയോഗങ്ങളുടെയും ഭാവിയുടെയും വലിയ വിശ്വാസവീരനാക്കുന്ന ഇമാജിനേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് പകലിലും ചിലരെ അടുത്ത തലമുറയുടെ ശബ്ദമാകുന്ന, വിശ്വാസവീരനാകുന്ന, രോഗശാന്തിക്കാരനാകുന്ന, അത്ഭുത പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ, രാജ്യത്തിൻ്റെ കീ സ്ഥലത്തെത്തിക്കുന്ന വിധത്തിൽ ഭാവന, ചിന്ത ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ്. അതിനെ വേരുറപ്പിക്കുന്ന വിധത്തിൽ ദൈവവചനത്തിൻ്റെ സപ്പോർട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഈ ഗിദെയോനെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശത്രുക്കളെ പേടിച്ച് മാറി ഭയന്നിരിക്കുന്ന ഒരു ഗിദെയോനെ പോലാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ശ്രദ്ധിച്ചാലേ വളരെ രസകരമായൊരു ഭാഗം, എന്ന് വെച്ചാൽ വായിച്ച രസം തോന്നുന്ന പോലത്തെ ഒരു ഭാഗമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം, ഈ കമൻ്റ് എഴുതുന്നവർ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇച്ചിരൂടെ ക്ലിയറായിട്ട് ആ പ്രാർത്ഥനകൾ എഴുതിയാൽ നല്ലതായിരിക്കും. ന്യായാധിപന്മാർ 6:11. അനന്തരം യഹോവയുടെ ദൂതൻ വന്നിട്ട്, എന്നിട്ട് ഈ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ഗോതമ്പ് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുന്നു. ഗോതമ്പ് മുന്തിരിച്ചക്കിൻ്റെ അടുത്ത് വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗിദെയോൻ. ആ സമയത്ത് യഹോവയുടെ ദൂതൻ വന്ന്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, യജമാനനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവം കൂടെ ഉണ്ടെന്ന് പറയുകയും ഈ തോൽവി എനിക്ക് എന്തുകൊണ്ട് ഭവിച്ചു? ഒരു നല്ല പിക്ചർ, ഇമാജിനേഷൻ, നല്ല ചിന്ത ദൈവത്തെക്കുറിച്ച് ആർക്കുണ്ട്? ഗിദെയോനുണ്ട്. ഈ ഭയവും ഈ തകർച്ചയും ഈ മുന്തിരിച്ചക്കിനടുത്ത് വെച്ച് ഗോതമ്പ് മെതിക്കേണ്ട അവസ്ഥയും മിദ്യാന്യർ മൊത്തം പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ, ദൈവം കൂടുണ്ടെന്ന് പറയുകയും ഈ നെഗറ്റീവ് കാര്യം എങ്ങനെ സംഭവിക്കുകയും ചെയ്യും എന്ന് ആര് പറയുകയാണ്? ഗിദെയോൻ ദൂതനോട് പറയുകയാണ്. 14-ാമത്തെ വാക്യം. അപ്പോൾ ദൂതൻ അവനോട്, അപ്പോൾ യഹോവ അവനെ നോക്കി. യഹോവ ഈ ഗിദെയോനോട്, നിന്റെ ഈ ബലത്തോടെ പോവുക, നീ ഇസ്രായേലിനെ മിദ്യാനയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഈ ബലത്തോടെ പോകാൻ പറയുകയാണ്. ഏതാണ് ബലം? അവിടെ വെച്ച് ഫുഡ് കൊടുത്തോ? അവിടെ അവൻ്റെ ബലം ടെസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? ഏത് മെത്തേഡിലാണ്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഈ ബലം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഇവർ തമ്മിൽ സംസാരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലായത്, അവിടുത്തെ ഗിദെയോൻ്റെ ബലം എന്ന് പറയുന്നത് ദൈവം കൂടെ ഉണ്ടെന്ന് പറയുകയും
ഈ തകർച്ചകൾ നടക്കുകയും ചെയ്യുന്നത് ശരിയാവുന്നില്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം കൂടെ ഉണ്ടെന്ന് പറയുകയും ഈ തകർച്ചകൾ നടക്കുകയും ചെയ്യുന്നത് തമ്മിൽ പരസ്പരം യോജിക്കുന്നതല്ല. എന്ന് വെച്ചാൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന്, ഈ തകർച്ച സംഭവിക്കത്തില്ല എന്ന് ഗിദെയോൻ വിശ്വസിക്കുകയാണ്. അതിന് ദൈവം പറയുകയാണ്, അതാണ് നിൻ്റെ ബലം, ആ ബലത്തോടെ നീ പോവുക. നീ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ നാശം സംഭവിക്കത്തില്ലെന്ന് നീ ചിന്തിച്ചില്ലേ? അത് നിൻ്റെ ആ ഇമാജിനേഷൻ, ആ ചിന്ത നിൻ്റെ ബലമായി മാറാൻ പോവുകയാണ്. എന്നോട് ഇന്ന് പകൽ കേൾക്കുന്ന ചിലരോട് ഇതെല്ലാം ദൈവം അനുവദിച്ചതാണെന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞിരിക്കാതെ ദൈവം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുകയും ഇതൊക്കെ സംഭവിക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് കർത്താവേ? നീ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, നീ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, നീ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ചിന്ത വലിയ ബലമായിട്ട് മാറും. ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ചിലർക്ക് ഗിദെയോനെ പോലെ ബലം, നിൻ്റെ ഇമാജിനേഷൻ്റെ ശക്തി, അത് ബലം, ആ ബലം നിനക്ക് ജയാളിയാക്കാൻ പോകുന്നു. നിൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മാവ്, ആ നല്ല ചിന്തകളെ എടുക്കാൻ പോകുന്നു. പിശാച് നിൻ്റെ ആ തെറ്റായ ചിന്തകളെ പാപത്തിന് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഇന്ന് അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിൻ്റെ ചിന്തകളെ കർത്താവ് എടുക്കാൻ പോകുന്നു. ഉണർവുകൾക്ക്, ദൈവപ്രവൃത്തികൾക്ക് ദൈവം നിൻ്റെ ചിന്തകളെ എടുക്കാൻ പോകുന്നു. ഈ ബലത്തോടെ ഒരു ദേശത്തെ പിടിക്കാൻ, ആ ഉണർവിലേക്ക് നിന്നെ കുടുംബമായിട്ട് അയക്കുന്നു. ആ ബിസിനസ്സിലേക്ക്, ആ നന്മയിലേക്ക് ഈ ബലത്തോടെ അയക്കുന്നു. സമ്പത്തിനെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ദീർഘായുസിനെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് നല്ല ഇമാജിനേഷൻ ഉണ്ടാകട്ടെ. അത് നിൻ്റെ ബലമായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. പ്രാർത്ഥന വിഷയങ്ങൾ ദയവായിട്ട് എഴുതുക. ഗോഡ് ബ്ലസ് യു.